കൂടാരം. ഷാലോം TV പ്രേക്ഷകർക്ക് ലൗഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. കുടുംബങ്ങളെ അവയുടെ അനുദിന കർമ്മങ്ങളിലും വെല്ലുവിളികളിലും സഹായമാവുക, പ്രോത്സാഹനമാകുക എന്ന ലക്ഷ്യത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ 2016 തയ്യാറാക്കിയ സ്നേഹത്തിൻ്റെ സന്തോഷം, ജോയ് ഓഫ് ലവ് എന്ന അപ്പസ്തോലിക പ്രബോധനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിചിന്തനങ്ങളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഈ എപ്പിസോഡിലേക്ക് ആദ്യമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ എല്ലുരോഗ വിദഗ്ധനും കുടുംബങ്ങൾക്കായുള്ള സമർപ്പിത സമൂഹം ലോഫിൻ്റെ പ്രസിഡൻറ്റുമായിരിക്കുന്ന ഡോക്ടർ ടോണി ജോസഫ്. ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ മേരി റെജീനയാണ്. ഡോക്ടർ കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയുമാണ്. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് സിസ്റ്റർ നീമ ഗ്രേസ്. വർഷങ്ങളായി കുടുംബ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുകയും കൗൺസിലിംഗ് രംഗത്ത് തൻ്റെ സുസ്ഥിരമായ സേവനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിലെ അംഗം സിസ്റ്റർ നീമ ഗ്രേസിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദാമ്പത്യ സ്നേഹത്തിൻ്റെ 13 ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. പൗലോസ്ലീഹ കൊരിന്തോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം, സ്നേഹം സർവോത്കൃഷ്ടം. ആ സ്നേഹത്തിൻ്റെ 13 ലക്ഷണങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തികച്ചും ദൈവം ആഗ്രഹിക്കുന്ന കുടുംബജീവിതമാണെന്ന് നമ്മൾ പറയുകയായിരുന്നു. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. അടുത്തതായി നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് സ്നേഹം ദയയുള്ളതാണ്. ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടെ ഏറ്റവും ഹാർദവമായി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുക നമ്മളുടെ കുടുംബജീവിതത്തിലും സാധാരണ ജീവിതത്തിലൊക്കെ എപ്പോഴും വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദയവ്. നമ്മൾ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ടെന്ന് തോന്നുന്നു, എന്നോട് അല്പം ദയ കാണിച്ചൂടെയെന്ന്. പൗലോസ്ലീഹ ഇങ്ങനെ സ്നേഹത്തിന്റെ ലക്ഷണങ്ങൾ രണ്ടാമത്തായി ദയയെക്കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കും അതിൽ ദയ എന്ന വാക്കുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്? സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. അതൊരു മനസ്സിൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്ന അവസരമാണ് ദയ കാണിക്കുന്നത് എന്നാണ് മാർപ്പാപ്പ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതെ, വരുന്നത് ദയ എന്ന് പറയുന്നത് മാർപ്പാപ്പ പറയുന്നു ടു ഡൂ ദ നീഡ്ഫുൾ. എന്താണ് ആവശ്യം അത് ചെയ്യുക എന്നുള്ളതാണ് ദയ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കുടുംബജീവിതത്തിൽ അനുദിനം എന്നുള്ളതല്ല, ഓരോ നിമിഷവും ഈ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പരസ്പരം സഹായിക്കുന്ന, ഒന്നും പ്രതീക്ഷിക്കാതെ പരസ്പരം നൽകുന്ന, വേണ്ട സമയത്ത് നൽകുന്ന ഒരു പ്രക്രിയയാണ്, ആ പ്രവൃത്തിയാണ് എനിക്ക് തോന്നുന്നു ദയ. അതൊരു മനസ്സിൻ്റെ വികാരമോ അവസ്ഥയോ മാത്രമല്ല, പക്ഷെ നാം ശരിക്കും പരസ്പരം സഹായിക്കുന്ന, അത് പ്രവൃത്തി തലത്തിൽ കാണണം. ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ ആ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും ബസ്സിൽ നിൽക്കുന്നത് കണ്ട് ഞാൻ വിഷമത്തോടെ ഇരുന്നു സീറ്റിൽ. അത് തമാശയോടെ പറയാറുണ്ട്. ആ ഇടപെടാനുള്ളൊരു അവസരം അവരോട് വികാരം തോന്നി. പക്ഷെ അത് സീറ്റിലിരുന്ന് ഞാൻ കണ്ണടച്ചിരുന്നു. അവരിങ്ങനെ പ്രായമായവർ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്നു എന്ന് ഇങ്ങനെ പറയുന്ന ഒരു സാധനം കേട്ടിട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കണം വേണമെങ്കിൽ മാർപ്പാപ്പ ഇങ്ങനെ സൂചിപ്പിക്കുന്നത് അല്ലേ. ഇതൊരു വികാരം മാത്രമല്ല, മാഡം സൂചിപ്പിച്ചു. അതായത് പലപ്പോഴും നമുക്ക് അങ്ങനെയാണ്, ഒരാളോട് ദയ തോന്നി, അവിടെ വെച്ച് അത് അവസാനിക്കുകയാണ്. അവിടെ വെച്ച് നമ്മൾ ആ വികാരത്തെ പലപ്പോഴും സ്റ്റോപ്പ് ചെയ്യാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ പതിവ്. എങ്ങനെയാണ് അതൊരു ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് ഡോക്ടർ? നമ്മുടെയൊക്കെ വീടുകളിൽ ഇതിന് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് പറയാനുണ്ടാവും. ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ഭാര്യയുടെ കഷ്ടപ്പാടുകൾ അതിരാവിലെ ആരംഭിക്കുന്നു, വളരെ വൈകി അവൾ ഉറങ്ങാൻ പോകുന്നു. അപ്പോൾ അതിനിടയിൽ എപ്പോഴും ജോലികൾ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് വൈഫും കൂടി ആണെങ്കിൽ അത് തീരെ പറയേണ്ട ആവശ്യമില്ല. ഒത്തിരിയേറെ അവൾ കഷ്ടപ്പെടുന്നു. ഈ കഷ്ടപ്പാടൊക്കെ കണ്ട് അവളോട് ദയ തോന്നി നമ്മൾ പത്രവും വായിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതല്ല ദയ എന്ന് മാർപ്പാപ്പ ഉദ്ദേശിക്കുക.
എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ഭാര്യയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് മഞ്ചേരിക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഡെയിലി പോയി വരുമായിരുന്നു. മോളെ കരുതി ഡെയിലി പോയി വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി വരുന്ന സമയത്ത് എനിക്കും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ജോലിക്കൊക്കെ ശേഷം വൈകുന്നേരം ഒരുമിച്ച് വരുമ്പോൾ ആ അടുക്കളയിലെ ജോലികളിൽ അല്പമെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കാൻ, കൂടെ നിൽക്കാൻ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സമീപനം നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റൊരു വ്യക്തി കഷ്ടപ്പെടുന്നത് കണ്ട് അവരോട് കൂടെ നിന്ന് ആ പ്രവൃത്തിയിലൊന്ന് സഹായിച്ചു കൊടുക്കാൻ തോന്നുന്ന ഈ വികാരത്തെ അല്ലെങ്കിൽ ഈ പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് ദയ എന്ന്. ഡോക്ടർ ഒന്ന് തിരുത്തുകയാണ്. ഞങ്ങൾ ചെയ്യുന്നത് കഷ്ടപ്പാടല്ല, ഞങ്ങളുടെ ഒരു ദൗത്യവും ശുശ്രൂഷയുടെയും ഭാഗമായി ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഞാൻ അതിനൊരു കഷ്ടപ്പാടെന്ന രീതിയിലല്ല ഞാനത് കണ്ടത്. അല്ല, പുറത്തുനിന്ന് നോക്കുമ്പോൾ കഷ്ടപ്പാട് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ആകുമ്പോൾ മൾട്ടി ടാസ്കിങ് ആണ് സ്ത്രീകൾക്ക്. പഴയ പോലെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, ജോലി മാത്രം ചെയ്യുന്ന കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ആ നൊബിലിറ്റി ഞങ്ങൾക്ക് നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടില് വൈഫ് വർക്ക് ചെയ്യുന്നു. ഞായറാഴ്ചകളിൽ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ഞാൻ കൂടെ അതിൽ പങ്കുചേരുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ ചെയ്യുന്ന ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുക. ഞങ്ങൾ 5 മക്കളുണ്ട്. 5 മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക. ഞങ്ങൾ ശരിക്കും ഉച്ചയ്ക്ക് അന്ന് സെർവൻ്റ് ഇല്ലാത്ത ദിവസമാണ്, പണിയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെതായ പാർട്ട് ചെയ്യുമ്പോൾ ആ ദിവസം ഭയങ്കര ഒരു വാംത്ത്, ഞങ്ങളുടെ ഇടയിലെ ഒരു ദാമ്പത്യ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ പുരുഷന്മാർ പേപ്പർ വായിച്ചിരിക്കുന്ന ഒരു രീതി ഞങ്ങൾക്കുണ്ട് രാവിലെ. അത് അങ്ങനെ പലപ്പോഴും അടുക്കളയിൽ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞങ്ങൾ പേപ്പർ വായിച്ചിരിക്കുന്നത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു മനസാക്ഷി കുത്തായിട്ട് മാറുകയും പേപ്പർ വായന കുറച്ച് എനിക്ക് തോന്നുന്നു നമുക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു ശീലമാണ്, ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഓഫ് ജോബ്സ്. പുരുഷൻ ഇന്ന ജോലി, അത് പഴയ രീതിയിൽ നിന്ന് അല്ലെ, കൃഷിയുടെ പാരമ്പര്യത്തിൽ നിന്നൊക്കെ കഠിനമായ ജോലികൾ ചെയ്യുന്നത് പുരുഷൻ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് വന്നൊരു പിന്തുടർച്ച നമ്മുടെ കുടുംബം. പക്ഷെ ഇപ്പം മാറിയിട്ടുണ്ട് അല്ലേ, പുരുഷന്മാരെല്ലാം തന്നെ ഇപ്പം നിങ്ങളെപ്പോലുള്ളവർ തന്നെ പറയുന്നത് നിങ്ങൾ മാറിയിട്ടുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കായികമായി സ്ത്രീകൾക്ക് പലപ്പോഴും പിന്തുണ ആവശ്യമുണ്ട്. കാരണം ഞങ്ങളുടെ ശരീര പ്രകൃതിയും അങ്ങനെയാണ്. മാനസികമായ പിന്തുണയും തിരിച്ചുള്ളതും എനിക്ക് തോന്നുന്നു ഭാര്യയുടെ ഏറ്റവും വലിയ ദൗത്യം പുരുഷനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കുടുംബജീവിതത്തിൽ പരസ്പരം അല്ലേ, നമ്മൾ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം തോന്നേണ്ട ഒരു മനസ്സിൽ തോന്നുന്ന വികാരം പ്ലസ് ആക്ഷൻ അത് നടക്കുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ നമുക്ക് അത് സ്വാഭാവികമായിട്ട് അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു തോന്നുന്നു. നമ്മളൊന്ന് ബോധപൂർവ്വം പരിശ്രമിക്കുകയാണെങ്കിൽ. സിസ്റ്റർ ഒരുപാട് അനുഭവങ്ങൾ സിസ്റ്ററിന് ഉണ്ടാവുമായിരിക്കും. പറയുമ്പോൾ എനിക്ക് ഈ അടുത്ത് വന്നൊരു കേസ് ഓർമ്മ വരാണ്. എല്ലാവർക്കും നമുക്ക് പനി പിടിച്ചിരിക്കുക, വയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് വന്ന് തൊട്ടു നോക്കി സുഖാണോ കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കണത്. പക്ഷെ വീട്ടിലെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പനി വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി നമ്മുടെ ടൈം ടേബിളെല്ലാം കൃത്യമായി പോകണമെന്നാണ് വീട്ടിലുള്ള ബാക്കി എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അവൾ ആഗ്രഹിക്കേണ്ട ആ സമയത്ത് ഒന്ന് വന്നാൽ നിനക്ക് വയ്യ അല്ലേ, നീ കിടന്നോ, ഞാൻ കുറച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഒരു കറി കൂട്ടി ഭക്ഷണം കഴിക്കാം എന്ന് ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ പനി അപ്പളേ പമ്പ കിടക്കും. ഞാൻ തന്നെ എണീറ്റ് പോയി കുക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യം പോലും ഇല്ല, ജസ്റ്റ് പറഞ്ഞാൽ മതി, നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാന്ന് പറഞ്ഞാലെങ്കിലും എളുപ്പവിദ്യയായിട്ട് കാണണ്ട. അപ്പൊ ഒന്ന് പരിഗണിക്കുമ്പോ ആ ഉണ്ടാകുന്ന സന്തോഷം അപ്പൊ ശരിക്കും അത് ആക്ഷനിലേക്ക് വന്നു. പറയുക മാത്രല്ല, ഇത് ഒരു നന്മ ചെയ്യുക, ടു ഡു ഗുഡ് എന്നുള്ള ഒരു കാര്യം മാർപ്പാപ്പത്തിൽ പറയുക. എനിക്ക് പരിചയമുള്ള ഒരു മാഷ് പറഞ്ഞത് ഓർക്കുക, എപ്പോഴെങ്കിലും ഒരു തള്ളുവണ്ടിയുമായി ഒരു മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ അദ്ദേഹം വലിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ ബൈക്കിലാണെങ്കിൽ ബൈക്ക് നിർത്തി ആ മനുഷ്യൻ്റെ തള്ളുവണ്ടിയുടെ പിന്നിൽ ഒന്ന് കൈവച്ച് കൊടുക്കാനായിട്ട് ചിലപ്പോഴെങ്കിലും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ അദ്ദേഹം ഓർത്ത് പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എനിക്ക് അപ്പോൾ തോന്നുന്നത് ഈ നമ്മൾ ഈ കുടുംബത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് മക്കളെ കാണാത്തത് കൊണ്ടാവാം ഒരിക്കലും അല്ല, ഇങ്ങനെ പരസ്പരം നമ്മൾക്ക് ആ കുടുംബജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മക്കളത് കാണും. ഇന്ന് സമൂഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ദയ എന്ന് പറയുന്നത് ഉള്ളിൽ വരെ തോന്നും. നമ്മളിപ്പോൾ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഒരാളെ സഹായിക്കാൻ നമുക്ക് തോന്നുന്നത് വരെ ഉണ്ട് ഇപ്പം. പക്ഷെ ആ ആക്ഷനിലേക്ക് എടുക്കുക. ഞാൻ ആലോചിക്കാം, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തപ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്തപ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിലൊക്കെ ഇത് ഒരു അസ്വാഭാവികതയാണ്. ഇത് എന്തിനാണ് ചെയ്യുന്നത്, ഇതിലൊരു സ്വാർത്ഥതയുടെ എലമെന്റ് ഉണ്ടോ എന്ന് പോലും നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും അങ്ങനെ അവരുടെ ഉള്ളിൽ തോന്നുന്ന രീതിയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്.
വളരെ പൗലോസ്ലീഹ പറഞ്ഞ ഈ ഒരു സ്നേഹത്തിന്റെ ലക്ഷണം ഇന്ന് സമൂഹത്തിന് നഷ്ടപ്പെടുമ്പോൾ അത് കുടുംബങ്ങളിലൂടെ വളർത്താനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും അത് പരിശീലിക്കാൻ. ബൈബിളിൽ അത് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് നന്മ ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. ഈശോയുടെ ജീവിതത്തിലെ ഈ സ്നേഹത്തിന്റെ ഈ ഒരു ദയവിന്റെ ഒരു ഇതായിട്ട് നമ്മൾ ഔട്ട്ഫ്ലോ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അന്ധനായ ബർത്തമയൂസ് വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഈശോ ചോദിച്ച് ചെയ്യുന്നതുകൊണ്ട് നൈമിലെ വിധവയുടെ മകന്റെ മൃതദേഹം കൊണ്ടുപോകുന്ന കാണുമ്പോൾ ആരും ഒന്നും പറയാതെ തന്നെ അവരെ അവിടെ നിർത്തി അത് അങ്ങോട്ട് ചെയ്തു കൊടുത്ത് മനസ്സലിഞ്ഞ് ഇടപെടുന്നുണ്ട്. മനസ്സലിവ് ഉണ്ടാകണം, അതോടൊപ്പം ഒരു ഇടപെടലും ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലും എനിക്ക് തോന്നുന്നു ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കത്തില്ല പലപ്പോഴും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിന്റെ പുറത്താണെങ്കിൽ മറ്റ് എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ചിലപ്പോൾ നമുക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടാകാം, നമ്മളോട് ദയ കാണിച്ചിട്ടില്ലാത്തവരുണ്ടാകാം. എങ്കിലും ആവശ്യങ്ങൾ വരുന്നതനുസരിച്ച് അതാണല്ലോ നമ്മളുടെ വിശ്വാസവും. സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു അവസരം വരട്ടെ, ശരിയാക്കി തരാം എന്നായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെ അല്ല, അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് തിരിച്ച് ദയ കാണിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അതാണ് കുടുംബജീവിതത്തിന്റെ ഒരു യുണീക്നെസ് എന്ന് തോന്നുന്നു. പരസ്പരം സഹായിക്കും. ഒരു കണ്ടന്റ് കൂടി ഉണ്ട്, അങ്ങനെ കാണിക്കുമ്പോൾ ഈ ആൾക്കുണ്ടാവുന്ന ഒരു വികാരം ഉണ്ടല്ലോ, ഞാൻ അർഹിക്കാത്തത് എനിക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു ഫീൽ ഉണ്ട്. അത് തന്നെ മതി അവരുടെ കുടുംബത്തില് പരിവർത്തനം, മാറ്റം, ഒരു പരിവർത്തനം. അങ്ങനെയാണ്. നമ്മള് ഇപ്പോഴൊരു ക്ലിപ്പിംഗിലേക്ക് പോവാണ്. ഒരു കുടുംബം തൻ്റെ ഭാര്യയുടെ ദയവോടുകൂടിയുള്ള പെരുമാറ്റം ഒരു ഭർത്താവിനെ എത്രമാത്രം മാറ്റി എന്ന് നമ്മൾ ഈ ക്ലിപ്പിങ്ങിൽ കാണുകയാണ്. നമുക്ക് ഏവർക്കും ഈ ക്ലിപ്പിംഗ് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ആൻഡ്രു, വീട് കുളത്തൂരാണ്. ഇതെൻ്റെ ഭാര്യ രാജി. കല്യാണം കഴിഞ്ഞൊരു 18 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആക്സിഡൻറ്റ് പെട്ട് ഞാൻ വീണ് പോയി. പെയിൻറ്റിങ് തൊഴിലാളിയാണ്. ഞാൻ ഒരു വീണ് അപകടത്തിൽപ്പെട്ട് പാരയ്ക്ക് താഴോട്ട് തളർന്ന് കിടപ്പിലാണ്. എൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെയാണ്. യൂറിൻ മോഷൻ അതുമാതിരി എന്താ എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും നടക്കുന്നത് ഈ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെയാണ്. അതിനെ മുഴുവൻ കാര്യങ്ങൾ ചെയ്തു തന്നെ എൻ്റെ ഭാര്യ തന്നെയാണ്. മുഴുവൻ സമയം എന്നെ ശുശ്രൂഷിക്കാൻ എൻ്റെ അടുക്ക തന്നെ ഉണ്ടാവും. ഞാൻ ഈ അപകടത്തിന് മുൻപ് ആരും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപകടത്തിന് ശേഷമാണ് സ്നേഹിക്കാൻ തുടങ്ങിയത്. ആ സ്നേഹം തിരിച്ചറിയാൻ, ഞാൻ സ്നേഹിക്കുന്ന സ്നേഹം തിരിച്ചറിയാൻ തുടങ്ങിയത് തന്നെ അവിടെ ശുശ്രൂഷയിലൂടെയാണ്. ആരോഗ്യമുള്ളവരിന്ന് പല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. അവരോടൊക്കെ പലരിടത്തും ഞാൻ ഉപദേശിച്ചിട്ട് പോലുമുണ്ട്. എന്താ പറയുക, മദ്യപിച്ച് നടക്കുന്നവരായാലും മറ്റുള്ള അവസ്ഥയിൽ നടക്കുന്ന ഒത്തിരി പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉള്ള ജീവിതം നമ്മൾ നശിപ്പിക്കരുത്, ഉള്ള ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കുക, അല്ലാണ്ട് വീട്ടിൽ ഉപദ്രവങ്ങളും മറ്റുള്ള അവസ്ഥ. എന്താണ്, ഞാൻ ഒത്തിരി ഉപദ്രവങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ നടക്കരുത്, വഴിതെറ്റി നടക്കുന്ന ഒത്തിരി പേര് പറയാറൊക്കെ ഉണ്ട് അവരൊക്കെ. ദൈവവിശ്വാസത്തിലൂടെ തന്നെയാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഞാനിത് അപകടം പറ്റി ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ICU കിടക്കുമ്പോൾ എന്നെ ഇവിടെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ അന്നേരം വിട്ട് പറഞ്ഞാണ്, ഇവിടെ പറഞ്ഞാണ് എന്നെ വിട്ട് പൊക്കോ, ഇനി എന്നെ കൊണ്ടൊന്നും ആവില്ല, വിട്ട് പൊക്കോളം പറഞ്ഞാണ്. അന്നേരം തന്നെ ആൾ കരഞ്ഞ് പുറത്ത് പോയി. പിന്നെ അന്ന് തൊട്ട് എന്നെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദൈവാനുഗ്രഹത്തിലൂടെ തന്നെയാണെന്ന് ഉറപ്പാണ്. ഇപ്പോഴത്തെ യുവതലമുറ ഇപ്പോൾ എന്താ പറയുക, മൊബൈലും മറ്റുള്ള അവസ്ഥയിലും TV വെറുതെ സമയം ചെലവഴിക്കുന്ന രീതി, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് അടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഫുൾ ടൈം അല്ലെങ്കിൽ ജപമാലയും അല്ലെങ്കിൽ പ്രാർത്ഥന വേണമെന്നല്ല, കിട്ടുന്ന സമയങ്ങൾ ദുരുപയോഗിക്കാതെ ദൈവാനുഗ്രഹത്തിന് വേണ്ടി കുർബാനയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തും നന്നായിട്ടൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഞാനും വന്നു. ഒരു പരിധി വരെ നമ്മളും കാല് വഴുതി പോയി. അത് വഴുതി പോവാതിരിക്കാൻ ദൈവത്തിൻ്റെ അടുത്ത് ജീവിക്കാൻ തന്നെ വേണം, അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. ദൈവത്തിലേക്ക് എത്ര മാത്രം അടുത്തിരിക്കുന്നോ അത്രയും ഗുണം കണ്ടിട്ടുണ്ട്. എന്തെങ്കിൽ ഞാനിപ്പോൾ ഈ 10 വർഷമായ അവസ്ഥയിലും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഒറ്റ ഫലം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന കുടുംബമാണ് ഞങ്ങളുടെ. എൻ്റെ പേര് രാജി. 18 വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട്. 10 വർഷമായി ആളിങ്ങനെ കടുപ്പിലായിട്ട്. ആദ്യമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തന്നല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആൾക്ക് ഓർമ്മ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് പൊക്കോളാനാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും ആളെ നോക്കാറുണ്ടാവില്ല ഇതുകൊണ്ട് നമ്മൾ കൂടെ നിന്ന് ശുശ്രൂഷിക്കണം. ആദ്യം എന്ന് പറയണത് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല, അടിയും കുത്തൊക്കെ തന്നെയായിരുന്നു. എന്നാലും പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ജീവിച്ചു തുടങ്ങിയത്. ഈ കിടപ്പിലായി പിന്നെയാണ് ഞാൻ ശരിക്കും ജീവിച്ചിട്ട് മക്കളായാലും ഭർത്താവ് എല്ലാവരും കൂടിയിട്ട്
സന്തോഷമായിട്ട് ജീവിക്കണം. ആദ്യം പള്ളിയിലേക്ക് പോകുമ്പോൾ ആള് എപ്പോഴും ചീത്ത പറയലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളെന്നെ മുൻകൈ എടുത്തിട്ട് ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥനയായാലും കൊന്തയായാലും എല്ലാത്തിനും മുൻകൈ എടുത്ത് ആൾ തന്നെയാണ് ചെയ്യുക എല്ലാ കാര്യങ്ങളും. അതിനൊപ്പം ഞങ്ങളും കൂടിയും കൂടും. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നൽകുന്ന സ്നേഹത്തെയാണ് ദയ എന്ന് പറയാമെന്ന് മാർപ്പാപ്പ പറഞ്ഞത് ഇതുപോലുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് നടപ്പാക്കേണ്ട ദയ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലും, ഇതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഇടയിൽ മാത്രമല്ല, കുട്ടികളോടുള്ള സമീപത്തിലും നമുക്കറിയാം, എത്ര പഠിച്ചിട്ടും കിട്ടാത്തൊരു കുട്ടി, പരാജയപ്പെട്ടു പോകുന്ന കുട്ടിയോട് നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുന്നത് നമ്മുടെ ക്ഷമയുടെ ഒരു തലമാണ്. പക്ഷേ അവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവനെ സഹായിക്കുന്നത് അതും ഒരു ദൈവത്തിൻ്റെ ഒരു രീതിയല്ലേ? തീർച്ചയായിട്ടും ആ ഒരു ദയ കാണിക്കുക എന്ന് പറയുന്നത്, അതായത് പലപ്പോഴും നമ്മുടെ ക്ഷമ നഷ്ടപ്പെടുമ്പോഴാണ് ഈ ദയ എന്ന കണ്ടന്റ് നമുക്ക് വരാത്തത്. ക്ഷമ എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രയും ദയവോടുകൂടി നമുക്ക് അവരോട് പെരുമാറാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആ ദയ പലപ്പോഴും നമ്മൾ ക്ഷമയുടെ അതിര് വരെ എത്തിയിട്ട് ദയ പ്രകടിപ്പിക്കാതെ പോകുമ്പോഴാണ് അവനത് ഹേർട്ട് ഫീലിങ്സ് ആയിട്ട് തോന്നണത്. അപ്പം മാതാപിതാക്കൾ എപ്പോഴും ക്ലെയിം ചെയ്യാറുണ്ട്, ഞങ്ങൾ എന്തോരം അവനോട് ക്ഷമിക്കണേ. അപ്പോൾ ക്ഷമിച്ചിട്ട് എന്താ കാര്യം, എന്നെ മനസ്സിലാക്കണില്ലോ എന്നായിരിക്കും കുട്ടികൾ പ്രതികരിക്കുന്നത്. നമ്മളവിടെ ഒരു ആക്ഷൻ എടുക്കണം, ആക്ഷൻ കാണുന്നില്ല, ആക്ഷൻ ഉണ്ടാവണം. എല്ലാവർക്കും ദയ ലഭിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ദയ ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്. എന്നിട്ടും ദൈവം നമുക്ക് നിറയ്ക്കുകയാണ്, നമ്മളെ കൃപ കൊണ്ട് ദയാലുവാണെന്നുള്ളൊരു പദം ദൈവത്തെക്കുറിച്ചാണ്. ഈ ദയയാണ് നമ്മൾ നമ്മുടെ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടും മറ്റു കുടുംബാംഗങ്ങളോടും കാണിക്കേണ്ടത്. ദൈവം നമുക്ക് തരുന്നത് നാം പകർന്നു കൊടുക്കുന്നു മറ്റുള്ളവരോടും. ഇതാണ് പാപ്പ ഈ അമോറിസ് ലെത്തീസിയ എന്ന പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ദീർഘക്ഷമയുടെ ക്രിയയാണ് ഈ ദയ എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും വചനം നമ്മോട് പറയുന്നുണ്ട്, ദാനമായി നിനക്ക് ലഭിച്ചതല്ലാതെ മറ്റെന്താണ് നിനക്കുള്ളത്. എല്ലാം ദയ നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന പോലെ തന്നെ അത് നമ്മൾ കൊടുക്കാനും ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ ഔദാര്യമൊന്നുമല്ല, നമ്മുടെ കടമ തന്നെയാണ് മറ്റുള്ളവരോട് ദയ കാണിക്കുന്നത്. അതെ, അതുകൊണ്ടായിരിക്കണം വേണമെങ്കിൽ പാപ്പ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടറോട് പറഞ്ഞു, ആ ക്ഷമ എന്ന വികാരത്തിന്റെ ക്രിയയാണ് ദയാന്ന്. ഇത് പരസ്പരം പൂരകങ്ങളാണെന്നാണ്, കോംപ്ലിമെന്ററി ആണെന്ന് മാപ്പാപ്പ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. നമ്മൾ ഐ ആം അറ്റ് യുവർ സർവീസ്, സഹായമാകാൻ എപ്പോഴും തയ്യാറാവുന്നതാണ് സ്നേഹം. പാപ്പ അങ്ങനെ തന്നെ ആ ബുക്കിൽ എടുത്തു പറയുന്നുണ്ട്. ഒരിക്കൽ മാഷ് പങ്കുവെച്ചൊരു സംഭവം ഓർക്കുകയാണ്. ഒരു ബന്ധു ദിവസം ഒരു ആൾ വന്ന് ഒരു ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് പോകാമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം വഴി പറഞ്ഞു കൊടുത്തു. ആൾ പോകാൻ നിന്നപ്പോൾ മാഷ് പറഞ്ഞു, സാരില്ല, വന്ന് വണ്ടിയിൽ കയറിക്കോ, ഞാൻ ഇന്ന സ്ഥലത്ത് എവിടെയാണ് പോകേണ്ടത് അവിടെ കൊണ്ടാക്കി തരാം. എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ആക്ഷനിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പാപ്പ എടുത്തു പറയുന്ന പോലെ എപ്പോഴും ഐ ആം അറ്റ് യുവർ സർവീസ് എന്ന് കുടുംബജീവിതത്തിലും നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളിലും എല്ലായിടത്തും കുട്ടികളോടും ഒക്കെ ഈ ഒരു വികാരം ആക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. ശരിക്കും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നത് ശ്രദ്ധിക്കുക. അവിടെ ഇങ്ങനെയാണ് വിശുദ്ധൻ പറയുക, സ്നേഹം വാക്കുകളേക്കാൾ കൂടുതലായി പ്രവൃത്തികളിൽ കാണിക്കപ്പെടുന്നു. സ്നേഹം വാക്കുകളിലേക്കാൾ കൂടുതലായി പ്രവൃത്തികളിൽ കാണിക്കപ്പെടുന്നു. നമ്മുടെ ദാമ്പത്യ സ്നേഹം കൂടുതൽ ഈടുറ്റതാകട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ദയവ് എന്നുള്ളത് വികാരമായി നിൽക്കാതെ പരസ്പരം സഹായമാവാൻ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങനെ കുടുംബം മുഴുവനും ഈ ഒരു നന്മ ചെയ്യലിൻ്റെ ഈ ഒരു തലത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ ദാമ്പത്യ സ്നേഹത്തിൻ്റെ ഈ ലക്ഷണം നമ്മുടെ ജീവിതങ്ങളിൽ കൂടുതൽ പ്രകടമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.